ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു മീൻ പച്ചക്കുരുമുളകാണ്. പച്ചക്കുരുമുളക് മീൻ കിടിലൻ തലക്കറി. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്, നോക്കൂ. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, കടുക്, ഉലുവ, ഗ്രീൻ ചില്ലി, ഗാർലിക് ചോപ്പിട്, ജിഞ്ചർ ചോപ്പിട്, അതുപോലെ നമ്മുടെ നോക്കൂ നല്ല പച്ചക്കുരുമുളക് പേസ്റ്റ്, മഞ്ഞപ്പൊടി, ഷാലറ്റ്, തക്കാളി പേസ്റ്റ്, ഉപ്പ്, കുറിയ തേങ്ങയുടെ കുറി ഒന്നാം അങ്ങനെ നമ്മുടെ തലക്കറി കൊണ്ട് റെഡി ആയിരിക്കാൻ നോക്കിയ നല്ല പച്ചക്കറി കിടന്ന് അങ്ങോട്ട് മറിയുന്നതാണ്. അപ്പോൾ അതിന് നമ്മുടെ സ്റ്റവ് ഓഫാക്കാൻ പോവാണ്. സ്റ്റവ് ഓഫാക്കിയിരിക്കുകയാണ്. ശകലം കൂടി വിളിച്ചൊഴിക്കാൻ, ശകലം കൂടെ ആണ്. കുരുമുളക് കറി, പച്ചക്കുരുമുളക് കറി ഇപ്പോൾ ഞാൻ ഒരാൾക്കോട് സെർവ് ചെയ്യാൻ പോകുന്നത്. അത് ആരാന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ആ സർപ്രൈസ് നിൽക്കട്ടെ ഇവിടെ. ഷെഫ് പണിക്കരുടെ തലക്കറി എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മോനെ, അത് വല്ലാത്തൊരു തലക്കറിയാണ് കേട്ടോ. ഞാൻ ഒരുപാട് ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ഇവരുടെ കാവാലം അല്ലെങ്കിൽ ആലപ്പുഴ അല്ലെങ്കിൽ കോട്ടയം, ഈ തലക്കറിക്കൊക്കെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് സ്ഥലമാണ് ഞങ്ങളുടെ തിരുവനന്തപുരവും. തലക്കറിയുടെ കാര്യത്തിൽ സൂപ്പറാണ്, മീനിന്റെ കാര്യത്തിൽ എല്ലാവരും സൂപ്പറാ. പക്ഷെ ഇവിടെ വന്നപ്പോ ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. എന്റെ മസാലയൊക്കെ പിടിച്ചിരിക്കുന്നതല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. പണിക്കരേട്ടൻ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു വരാനിരിക്കുന്ന കാലത്ത് യൂട്യൂബ് ഭരിക്കും, യാതൊരു സംശയവും വേണ്ട. രുചികരമായിട്ടുള്ള മറ്റേ ഒരു ചൊല്ലുണ്ടല്ലോ, ഈ നല്ല എല്ല് പത്തായത്തിലുണ്ടെങ്കിൽ എലി അങ്ങ് മൂന്നാറിൽ വരും എന്ന് പറഞ്ഞതുപോലെയാണ് പണിക്കരേട്ടന്റെ കാര്യം. പണിക്കരേട്ടന്റെ കൈപുണ്യം, അതുപോലെ തന്നെ മനസ്സിന്റെ നന്മ ഒക്കെ ഈ ഭക്ഷണത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. നിങ്ങൾക്കും അദ്ദേഹത്തിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മനസ്സുകൊണ്ട് തോന്നിയാൽ അത് ചെയ്യണം. കാരണം ഒരാള് രക്ഷപ്പെടുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. മാത്രമല്ല ഇടക്കിടെ കണ്ട് കൊതിച്ചിരിക്കാമല്ലോ, അതെല്ലാവർക്കും പറ്റില്ലല്ലോ. പണിക്കരേട്ടന് എല്ലാ ആശംസകളും ഗംഭീരമായിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഉണ്ടാക്കുന്നതൊക്കെ ഞങ്ങളെ വിളിച്ചു തരണം. വിളിച്ചു തരാനായിട്ട് നാട്ടിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അയക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ബട്ടൺ കുത്തിപ്പൊട്ടിക്കണം, പിന്നെ മറ്റേ ബെല്ലൈക്കൺ അടിക്കണം.